അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. ഒരിക്കലും പറഞ്ഞാൽ മതിയാകാത്തൊരു വാക്കില്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എങ്ങനെയാണത് മതിയാക്കാൻ പറ്റുക? എത്ര ഹംദ് പറഞ്ഞാലാണ് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുക? അത്രത്തോളം അനുഗ്രഹങ്ങളല്ലേ നാഥനായ റബ്ബ് നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ നന്ദിയുള്ള അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വളരെ കുറച്ച് ആളുകളെ നന്ദി ചെയ്യണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നന്ദി കെട്ടവരാകാൻ പാടില്ല, നന്ദിയുള്ള അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇന്ന് ഈ അൽഹംദുലില്ലാ എന്ന് പറയുന്ന സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ചൊല്ലുന്നത്, നമ്മൾ പഠിച്ച കൻസുൽ അർശ് അല്ലെങ്കിൽ കൻസുൽ അർശ് എന്ന് പറയുന്ന അർശിലെ നിധിയായ ദിക്റാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും, കോടിക്കണക്കിന് കടങ്ങളുണ്ടെങ്കിലും, നമ്മുടെ ആത്മീയ മേഖല രക്ഷപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂന്നിയ അവൻ്റെ അസ്മാകളിലൂന്നിയ മനോഹരമായ ഒരു ദിക്ർ, ഒരു 10-12 മിനിറ്റ് പോട്ടെ, ഒരു 15 മിനിറ്റ് നമ്മൾ ഒന്ന് ക്ഷമിച്ചിരുന്നാൽ നമുക്ക് ചൊല്ലാം. ഇതൊക്കെ ഒരു കഷ്ടപ്പാടായിട്ട് തോന്നുന്ന മുനാഫിക്കുകൾക്കാട്ടോ. ഖാമു ഇല സ്വലാത്തി വഹും കുസാല. ഖുർആൻ പറയാൻ മുനാഫിക്കുകൾക്ക് നിസ്കാരമൊക്കെ ഭയങ്കര ഭാരമാണ്. ഇത് ചൊല്ലി തീർക്കണമല്ലോ, എന്ത് പാടാണ്. അത് കൽബിൽ നിഫാക്കുള്ളത് കൊണ്ടാണ്. അള്ളാഹിനോട് മഹബത്ത് ഉണ്ടെങ്കിൽ, അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്നും ഒരു ഭാരമല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാടി എണീക്കും. ഒരു കൊതിയാണ് അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലാൻ. ആ കൊതിയുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം ചൊല്ലിയാൽ മതി. ഇതൊക്കെ ഒരു കഷ്ടപ്പാടായിട്ടാണെങ്കിൽ ഒരാളും ചൊല്ലേണ്ടതില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ എന്നോടൊപ്പം നമുക്ക് കൻസുൽ അർശ് എന്ന ഈ ദിക്ർ നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ, കണ്ണേറുകൾ ബാത്തിലാകാൻ, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ജോലിയിൽ വറക്കത്തുണ്ടാകാൻ, എല്ലാത്തിലും അപ്പുറം ഇല്ലേ, നമ്മൾ കടങ്ങളൊക്കെ വീടാൻ, ദുനിയാവിലെല്ലാം എല്ലാം അള്ളാഹു നടത്തി തരും. എല്ലാത്തിലും അപ്പുറം മരിക്കാൻ നേരത്ത് പുഞ്ചിരിച്ചുകൊണ്ട് കലിമ ചൊല്ലി വിട പറയും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മരിക്കാൻ. അതിലപ്പുറം എന്ത് ഭാഗ്യം വേണ്ടത്? ഈ കൻസുൽ അർശ് എന്ന ദിക്ർ 21 ദിവസം ഏറ്റവും ചുരുങ്ങിയത് പതിവാക്കുക, ഒരാഗ്രഹം നേടാൻ. ഇത് എല്ലാ ദിവസവും കൊണ്ടു നടക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്കിങ്ങനെ ഒരു സമാധാനം നിറഞ്ഞു നിൽക്കുന്നത് ആസ്വദിക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് ഏതായാലും കൻസുൽ അർശ് എന്ന ഈ ദിക്ർ ഒരു തവണയൊന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഖുദ്ദൂസ്, ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനൽ അസീസിൽ ജബ്ബാർ, لا إله إلا الله سبحان الرؤوف الرحيم، لا إله إلا الله سبحان الغفور الحليم، لا إله إلا الله سبحان الكريم الحكيم، لا إله إلا الله سبحان القوي الوفي، لا إله إلا الله سبحان اللطيف الخبير، لا إله إلا الله سبحان الصمد المعبود، لا إله إلا الله سبحان الغفور الودود، لا إله إلا الله سبحان الوكيل الكفيل، لا إله إلا الله سبحان الرقيب الحفيظ، لا إله إلا الله سبحان الدائم القائم، لا إله إلا الله سبحان المحيي المميت، لا إله إلا الله سبحان العليم العلام، لا إله إلا الله سبحان الشافي الكافي، لا إله إلا الله سبحان العظيم الباقي، لا إله إلا الله سبحان الصمد الأحد، لا إله إلا الله سبحان رب السماوات والأرض، لا إله إلا الله سبحان الخالق المخلوقات، لا إله إلا الله سبحان من خلق الليل والنهار، لا إله إلا الله سبحان الفتاح العليم، لا إله إلا الله سبحان الخالق البارئ الرازق، لا إله إلا الله سبحان العزيز الغني، لا إله إلا الله سبحان الغفور الشكور،
لا إله إلا الله سبحان العظيم الأعظم لا إله إلا الله سبحان ذي الملك والملكوت لا إله إلا الله سبحان ذي العزة والعظمة لا إله إلا الله سبحان ذي الهيبة والقدرة لا إله إلا الله سبحان ذي الكبرياء والجبروت لا إله إلا الله سبحان الستار العظيم لا إله إلا الله سبحان عالم الغيب والشهادة لا إله إلا الله سبحان الحميد المجيد لا إله إلا الله سبحان الحكيم العليم لا إله إلا الله سبحان القادر الغفار لا إله إلا الله سبحان السميع العليم لا إله إلا الله سبحان من هو الرحمن الرحيم لا إله إلا الله سبحان الملك القدوس السلام لا إله إلا الله سبحان المؤمن المهيمن العلام لا إله إلا الله سبحان الجليل الجبار المتكبر لا إله إلا الله سبحان الغفار الوهاب القهار لا إله إلا الله سبحان الرزاق الفتاح العليم لا إله إلا الله سبحان القابض الباسط الرافع لا إله إلا الله سبحان المعز المذل السميع لا إله إلا الله سبحان البصير الحكم العدل لا إله إلا الله سبحان الحليم الغفور الشكور لا إله إلا الله سبحان العلي الكبير الحفيظ لا إله إلا الله سبحان المقيت الحسيب الجليل لا إله إلا الله سبحان الكريم الرقيب المجيب لا إله إلا الله سبحان الحكيم الودود لا إله إلا الله سبحان المجيد الباعث الشهيد لا إله إلا الله سبحان الحق الوكيل العلي لا إله إلا الله سبحان القوي المتين الوفي لا إله إلا الله سبحان الحميد المحصي المبدي لا إله إلا الله سبحان المعيد المحيي المميت لا إله إلا الله سبحان الواحد الحي القيوم لا إله إلا الله سبحان الماجد الواحد الأحد لا إله إلا الله سبحان الصمد القادر المقتدر لا إله إلا الله سبحان المقدم المؤخر الأول لا إله إلا الله سبحان الآخر الظاهر الباطن لا إله إلا الله سبحان الوالي المستعان المتعالي لا إله إلا الله سبحان البر التواب المنتقم لا إله إلا الله سبحان العفو الرؤوف الرحيم لا إله إلا الله سبحان ملك الملك سبحان مالك الملك
لا إله إلا الله سبحان ذي الجلال والإكرام لا إله إلا الله سبحان المقسط الجامع لا إله إلا الله سبحان الغني المغني لا إله إلا الله سبحان المعطي المانع لا إله إلا الله سبحان الضار النافع النور لا إله إلا الله سبحان الهادي البديع الباقي لا إله إلا الله سبحان الوارث الرشيد الصبور لا إله إلا الله سبحان الحكيم القديم لا إله إلا الله سبحان القادر الستار لا إله إلا الله سبحان السميع البصير لا إله إلا الله سبحان الغني العظيم لا إله إلا الله سبحان العلام السلام لا إله إلا الله سبحان الملك النصير لا إله إلا الله سبحان الغني الرحمن لا إله إلا الله سبحان القريب المجيب لا إله إلا الله سبحان الولي الحسنات لا إله إلا الله سبحان الصبور الستار لا إله إلا الله سبحان خالق النور والضياء لا إله إلا الله سبحان الغني المعجز لا إله إلا الله سبحان الفاضل الشكور لا إله إلا الله سبحان الغني القدير لا إله إلا الله سبحان ذي الجلال المبين لا إله إلا الله سبحان الخالص المخلص لا إله إلا الله سبحان الصادق الوعد لا إله إلا الله سبحان الملك الحق المبين لا إله إلا الله سبحان القوي العزيز لا إله إلا الله سبحان من لا يموت ولا يفوت أبدا لا إله إلا الله سبحان الحي القيوم الذي لا يموت لا إله إلا الله سبحان من قابل التوب شديد العقاب لا إله إلا الله سبحان القديم من كل شيء وبعد كل شيء لا إله إلا الله سبحان الخالق البارئ المصور لا إله إلا الله سبحان الفرد الصمد المدبر لا إله إلا الله سبحان من كل شيء هالك إلا وجهه لا إله إلا الله سبحان مالك يوم الدين لا إله إلا الله سبحان العلام الغيوب لا إله إلا الله سبحان الستار العيوب لا إله إلا الله أنت غفار الذنوب لا إله إلا الله سبحان من غافر الذنوب لا إله إلا الله سبحان الغفران المستعان لا إله إلا الله سبحان الحنان المنان لا إله إلا الله سبحان رب العالمين
لا إله إلا الله سبحان الباعث الوارث الوهاب لا إله إلا الله سبحان العدل المؤمن المهيمن لا إله إلا الله سبحان السلطان الباسط لا إله إلا الله سبحان الولي المحصي المبدي لا إله إلا الله سبحان الواجد الماجد التواب لا إله إلا الله سبحان المنتقم المنعم العفو لا إله إلا الله سبحان المقدم القادر المقتدر لا إله إلا الله سبحان الحبيب المقيت الحفيظ لا إله إلا الله سبحان الحافظ الناصر القاهر لا إله إلا الله سبحان الهادي البديع الباقي لا إله إلا الله سبحان القابض الرافع الخافض لا إله إلا الله سبحان النور المقسط الجامع لا إله إلا الله سبحان المانع الضار النافع لا إله إلا الله سبحان الأجود المقدم الواسع لا إله إلا الله سبحان الراحم الرحمن الستار لا إله إلا الله سبحان المالك الرحيم الغفار لا إله إلا الله سبحان الحليم الرؤوف الوهاب لا إله إلا الله سبحان الجابر الكاشف الكروب لا إله إلا الله سبحان ذي الكرم الواهب العطيات لا إله إلا الله سبحان الشديد العقاب لا إله إلا الله سبحان الغافر الذنوب والخطيئات لا إله إلا الله سبحان ذي الغفران المالك الملك لا إله إلا الله سبحان الجليل الجبار المتكبر لا إله إلا الله سبحانه وتعالى عما يشركون لا إله إلا الله سبحان السلام القدوس السبوح لا إله إلا الله سبحان رب الملائكة والروح لا إله إلا الله سبحان ذي الآلاء والنعماء لا إله إلا الله سبحان المقصود الموجود لا إله إلا الله سبحان الحق الناصر المعين لا إله إلا الله آدم صفي الله لا إله إلا الله نوح نجي الله لا إله إلا الله إبراهيم خليل الله لا إله إلا الله إسماعيل ذبيح الله لا إله إلا الله موسى كليم الله لا إله إلا الله داود خليفة الله لا إله إلا الله عيسى روح الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم وعلى خير خلقه ونور عرشه أفضل الأنبياء والمرسلين وحبيب رب العالمين حبيبنا وشفيعنا وسيدنا ومولانا ووسيلتنا إلى الله محمد صلى الله عليه وسلم وآله وصحبه أجمعين الحمد لله رب العالمين
അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ദിക്റിൻ്റെ ഫലമെന്നോണം ഒരുപാട് ദുആ വസിയ്യത്തുകൾ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്ത ധാരാളം ആളുകൾ, അവരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ. അള്ളാഹുവേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തതിൻ്റെ ഫലമെന്നോണം അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ല, പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ല, നീ ഖൈറായതെല്ലാം നൽകണേ തമ്പുരാനെ, എല്ലാ ശർറുകളിൽ നിന്നും കാവലേകണേ അല്ല. രണ്ടുപേരും ബൈത്തില്ലിട്ട് മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാരക്കാം. അള്ളാഹുവിൻ്റെ മഹാത്മാക്കളുടെ മദത് ലഭിക്കാൻ ഈ ഒരു ബൈത്ത് കാരണമാകണം. ശൈലില്ലാ അബ്ദൽ ഖാദിർ വിൽ മദദ് യാ ജീലാനി ബാസുല്ലാഹി അബാ സാലിഹ് യാ സാഹിബൽ ബുർഹാനി അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു عليه توكلوا امدادك يا جيلاني نظرة جيلاني يا أنت الباز رباني شيخ القادر يا الله 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 عليه توكلوا امدادك يا رفاعي نظرة رفاعي يا شيخي ابو العرج راعي احباب الصوفي يا الله 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 عليه توكلوا نظرة شيخ الطريق إبراهيم الدسوقي روح الشيخ سفوقي بأنوار الغبي يا الله 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 عليه توكلوا أطلت أنا ناوي زور البدوي طلطابي يا مهما قاموا حاوي هيبة نوراني يا الله 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 عليه توكلوا أنتم أسياد الحضراء أقطاب الصوفية أرجوكم جود بنظرة يا أهل الغوث يا الله 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 عليه توكلوا. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ കമൻറ്റ് ബോക്സ് നിറയെ സങ്കടങ്ങളാണ് അല്ലേ? ഈ ലൈവിലാണെങ്കിൽ ഒരുപാട് മുറാദുകൾ ഇങ്ങനെ കമൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോന്നെടുത്ത് പറഞ്ഞില്ലെങ്കിലും റഹ്മാനായ തമ്പുരാൻ എല്ലാം അറിയുന്നവനാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റജബാണ്. റജബിലൊക്കെ എത്ര മനോഹരമായ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കണം. റജബ് ഷഹറുള്ളയാണ്, പിന്നെ മുത്തുനബിയുടെ മാസം, പിന്നെ ഉമ്മത്തിന്റെ മാസമായ റമദാൻ വരികയാണ്. നമുക്കതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. അള്ളാഹു അതൊക്കെ ആസ്വദിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഈ അൽഹംദുലില്ലാ എന്ന സദസ്സ് രാവിലെ കൃത്യം 6 മണിക്ക് സ്വബാഹുൽ ഖൈർ ഉണ്ട്, നഷ്ടപ്പെടുത്തരുത്. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. സ്വബാഹുൽ ഖൈറാണ് അല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു ആസ്വദിക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മുക്തി നൽകട്ടെ മനസ്സറിഞ്ഞുകൊണ്ട്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, കൈവെടിയല്ല തമ്പുരാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഈ അത്ഭുതം നിറഞ്ഞ അർശിന്റെ നിധിയായ ദിക്ർ ചൊല്ലിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൽബിയായ ബോധ്യത്തിൽ ചൊല്ലാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാഹ്, നീയല്ലാതെ ഒരാളില്ല അല്ലാഹ്. നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഒരാളും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല അല്ലാഹ്. നിന്നെ പ്രണയിക്കാൻ, നിന്നെ മഹബ്ബത്ത് വെക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. കറയുള്ള കൽബാണ്, ശുദ്ധിയാക്കണേ അല്ലാഹ്. എത്രയെത്ര അസുഖബാധിതരാണ് ഞങ്ങൾക്കിടയിൽ, പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. മാറാരോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജ്യം നടത്തുന്നൊരവസ്ഥ നൽകല്ലേ അല്ലാഹ്. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാഹ്. യാ റബ്ബനാ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, കുടുംബങ്ങളിൽ ഐക്യം നൽകണേ അല്ലാഹ്, പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബനാ, നീ എത്രയോ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടും ഞങ്ങൾ നിനക്ക് നന്ദികേട് ചെയ്തതുകൊണ്ട് നീ നൽകിയത് തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. നീ തിരിച്ചെടുത്താൽ ഞങ്ങൾ പാപ്പരാണ് അല്ലാഹ്. കയ്യിലൊന്നുമില്ല അല്ലാഹ്, നീ തന്നതല്ലാതെ ഒന്നുമില്ല അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാഹ്. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, യാ റബ്ബനാ, കടങ്ങളെല്ലാം ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ ചൊല്ലിയ അർശിന്റെ ദിദിയാകുന്ന അത്ഭുത ദിക്റിന്റെ ഫലമെന്നോണം കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും എല്ലാം ഖജനാവിന്റെ ഉടമ നീയാണല്ലോ തമ്പുരാനെ. എല്ലാം വീട്ടണേ അല്ലാഹ്, നീ വീട്ടിത്തരണേ അല്ലാഹ്. മാർഗങ്ങൾ തുറക്കണേ അല്ലാഹ്, തൊഴിലിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. പ്രവാസ ലോകത്ത് പ്രയാസപ്പെടുന്നവരുണ്ട്, ഹൈറ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, കുടുംബങ്ങളിൽ ഇണക്കം നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്നവർ വന്ന് മയ്യത്തിന്റെ വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഉപ്പയും ഉമ്മയും ഖബറിലാണ്, ഞങ്ങളിൽ പലരുടെയും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സ് കാണുന്നതിൽ ഒരുപാട് പ്രായം ചെന്നവരുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാഹ്. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകൾ, യാ റബ്ബനാ, യാ റബ്ബനാ, അവരുടെ ഖൽബറിയുന്ന നാഥ, അതെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. യാ റബ്ബനാ, യാ റബ്ബനാ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ യതീമാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഈ സദസ്സുകളെ സ്നേഹിക്കുന്നവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.